ഭീകരരുമായി ബന്ധമുള്ള 5 പേർ പിടിയിൽ. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് 5 പേരെ പിടികൂടുകയായിരുന്നു. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ബിലാൽ ആബിദ്, മുഹമ്മദ് അയൂബ്, മുഹമ്മദ് പാലൻപൂരി, ഷെഫിയ റൈസ് മുക്തി, മുഹമ്മദ് ഹസൻ കാർഡിയ എന്നിവരാണ് അറസ്റ്റിലായവർ. സിദ്പൂർ താലൂക്കിലെ ഗാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവരെ ജൂലൈ 24 വരെ ATS കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13 ആയിട്ടുണ്ട്. ജൂലൈ 3-ന് 8 പേരെ അറസ്റ്റ് ചെയ്തതോടെ കേസിന് തുടക്കമായത്. ജെയ്ഷെ മുഹമ്മദ് ഗുജറാത്തിൽ സജീവ ശൃംഖല രൂപീകരിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അറസ്റ്റിലായവർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമപ്രകാരമുള്ള വിവിധ വകുപ്പുകളും ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വിവിധ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതിനിടെ പെട്ടെന്ന് താടി വളർത്തുന്നതും ഹിജാബ് ധരിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീവ്രവാദ ലക്ഷണമാണെന്ന് പരാമർശിക്കുന്ന ഗുജറാത്ത് പോലീസിന്റെ പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് വിമർശനം ശക്തമായിട്ടുണ്ട്. സംസ്ഥാനത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ആന്റി റാഡിക്കലൈസേഷൻ സെന്ററിലെ ഭാഗമായാണ് ഇന്റലിജൻസ് സൂപ്രണ്ട് പ്രഫുൽ വാനിയ ജൂൺ 15-ന് ഈ വിചിത്രമായ മാർഗരേഖ പുറത്തിറക്കിയത്. സെല്ലിന്റെ മാർഗരേഖയിൽ വ്യക്തികളുടെ പേരുമാറ്റവും വാങ്ങലുകളും അടിസ്ഥാനമാക്കി നിരീക്ഷിക്കേണ്ട കാര്യങ്ങളുടെ വലിയ പട്ടിക തന്നെ നിരത്തുന്നുണ്ട്. പെട്ടെന്ന് താടി വളർത്തുക, നിഖാബ് ധരിക്കുക, സംഭവങ്ങളിൽ അറബി വാക്കുകൾ അമിതമായി ഉപയോഗിക്കുക, കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള സമ്പർക്കം കുറയ്ക്കുക, ആഗോളതലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംഭവങ്ങളിൽ ശക്തമായ അമർഷം പ്രകടിപ്പിക്കുക, ഭീകരവാദികളെ പുകഴ്ത്തുക, ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യാത്രകൾക്ക് ശേഷം സ്വഭാവത്തിൽ മാറ്റം വരിക. അതേസമയം ഈ മാസം ആദ്യമാണ് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ 8 സ്ലീപ്പർ സെൽ അംഗങ്ങൾ ഗുജറാത്ത് ATSന്റെ പിടിയിലായത്. ഗുജറാത്തിലെ ബനസ്കാന്ത, ഭാഡൻ, നവ്സാരി ജില്ലകളിലും മധ്യപ്രദേശിലെ ദേവാസിലുമായി നടത്തിയ റെയ്ഡിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ UAPA പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഗുജറാത്തിലെ ഭീകരാക്രമണങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ട് ശക്തമായ സ്ലീപ്പർ സെൽ ശൃംഖല രൂപീകരിക്കാൻ പ്രതികൾ പ്രവർത്തിച്ചിരുന്നതായിരുന്നു ATS അറിയിച്ചത്. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. അന്വേഷണത്തിൽ പുറത്തുവരുന്ന നിർണായക വിവരങ്ങൾ പ്രകാരം പട്നയിലെ ജാമിയ അബ്ദുൽ ഹസൻ മദ്രസയിലും നവ്സാരിയിലെ ജാമിയ റഹ്മാനിയ ഗംബിയ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതികളിൽ 14 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ആദ്യം ഭീകര പ്രവർത്തനങ്ങൾ, ഭീകര ഫണ്ടിംഗ്, ഗൂഢാലോചന, നിരോധിത ഭീകര സംഘടനയുമായുള്ള ബന്ധം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ഭീകര ശൃംഖലകളെ കണ്ടെത്തി തകർക്കുന്നതിനുള്ള രാജ്യവ്യാപക നടപടികളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ എന്ന് അന്വേഷണ ഏജൻസികൾ അറിയിക്കുകയായിരുന്നു. പാക് ഭീകര സംഘടനകളുമായുള്ള പ്രതികളുടെ ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, ആശയവിനിമയം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിച്ചിരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.